ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാലക്കാടൻ സ്പെഷ്യലായിട്ട് ഒരു സാമ്പാറാണ്, ചക്ക സാമ്പാർ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കായ്ച്ച രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ട് സാധനങ്ങൾ പറഞ്ഞാൽ ചക്കയും മുരിങ്ങക്കായും. അപ്പോൾ രണ്ടും നമ്മുടെ വീട്ടിൽ തന്നെ കായ്ച്ചാൽ രണ്ടും ഒരേ ഒപ്പമുള്ള ചെടികളാണ്. ഒരേ ചെടിയല്ല, ഒപ്പമുള്ള ചെടി. അപ്പോൾ ഇത് നമ്മൾ കുറേ കായ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നമ്മളെല്ലാത്തിനും വലിക്കുന്നില്ല, ആകെ ഒരേ ചക്കയെ വലിക്കുന്നു. ആകെ ഞങ്ങൾ 4 പേരേ ഉള്ളൂ എന്നിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേഗം രാവിലെ നേരത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കറിയായിട്ട് കഴിക്കാം. അപ്പോൾ ഇഡ്ഡലീൻ്റെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ചക്കയാണ് നമ്മൾ വലിച്ചിട്ടുള്ളത്, ബാക്കി കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഴുത്തിട്ട് തിന്നാം. അപ്പോൾ നമ്മൾ പശ വന്നപ്പോൾ മണ്ണിക്ക് ഇവിടെ അമുത്തണം, എന്നാൽ തന്നെ പശയൊക്കെ നിൽക്കുള്ളൂ പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ മേലൊക്കെ ആയ നല്ല കറിയായിരിക്കും ഫ്രണ്ട്സ്. അതാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നേരത്തെ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ എടുത്തത്. വെറുതെ ബോറടിച്ചപ്പോൾ പിന്നെ കുഞ്ഞാനെ മദ്രസയ്ക്കും പോയല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചക്കയാണ് പറിച്ചിട്ടുള്ളത്, ചെറിയ ചക്ക. അപ്പോൾ ഇവിടെ മുറ്റമൊക്കെ സൈക്കിളൊക്കെ ഇട്ട് അലങ്കോലമായിട്ടൊക്കെ കിടക്കുന്നത് കുഴപ്പമില്ല. മേലെ കയറി വന്നിട്ട് ഇതാ ടെറസിൻ്റെ മുകളിൽ നിന്ന് പറിക്കുകയാണ് ഫ്രണ്ട്സ്. നിറയുണ്ട്, പക്ഷെ അധികമൊന്നും മൂത്തിട്ടില്ല. നമ്മുടെ ആവശ്യത്തിനേ ഉള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഭാഗ്യത്തിൽ നമ്മൾ ഇവിടേക്കാണ് താഴേക്കാണ് ഫ്രണ്ട്സ് വരുന്നത്. അപ്പുറത്തെ കമ്പിയുള്ള ലൈൻ പോസ്റ്റൊക്കെ ഉള്ള അവിടേക്കൊന്നും അത്ര മുരിങ്ങക്കായൊന്നും ഇല്ല. പിന്നെ മുരിങ്ങ നമ്മൾ എപ്പോഴെങ്കിലേക്ക് വലിച്ച് കൂട്ടാൻ വെക്കുള്ളൂ. അപ്പോൾ പിന്നെ മുരിങ്ങക്കായ ഇടയ്ക്കിടയ്ക്ക് ഉപ്പേരിയൊക്കെ വെക്കും. അപ്പോൾ മൂത്തിട്ടില്ല, എന്നാലും നമ്മൾ ഇത്തിരി കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറിക്കുന്നുണ്ട്. അപ്പോൾ 2 3 ഒക്കെ പറിച്ചുള്ളൂ നമ്മൾ. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പറിച്ചുള്ളൂ. പിന്നെ അത് മൂത്തിട്ട് നമുക്ക് പറിക്കാമല്ലോ പറഞ്ഞിട്ടാണ്. അപ്പോൾ കുഞ്ഞു ഇതൊക്കെ നല്ല രസമാണ് കാണാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് പറിക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറിച്ചു. പിന്നെ ഇവിടെ വെയിലിൻ്റെ വെളിച്ചമായതുകൊണ്ട് ശരിക്കും നിൽക്കാനേ പറ്റിയില്ല ഫ്രണ്ട്സ്, സൂര്യൻ ഉദിച്ചിട്ട് മോതിക്ക് അടിക്കുമ്പോൾ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ 4 മുരിങ്ങക്കായ പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ കറി ഉണ്ടാക്കണമെന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ അതാ ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ മുരിങ്ങക്കായും വെച്ചിട്ടുണ്ട്, നമ്മുടെ ചക്കയും വെച്ചിട്ടുണ്ട്. നമുക്കിത് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പോൾ ഉമ്മ ഇവിടെ നേരാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ ചക്കയാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും പശയായതുകൊണ്ട് ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടാണ് മുറിക്കുന്നത്. അതുകൊണ്ട് അത് പശ ഒറ്റിക്കൊണ്ടിരിക്കേണ്ടാവുകൊണ്ട് അത് വേഗം മുറിച്ചു. പരിപ്പ് ഇടുകയാണ് ഫ്രണ്ട്സ്. പരിപ്പ് കുക്കറിലേക്ക് ആദ്യം നമ്മൾ പരിപ്പിട്ടു. എന്നിട്ട് അപ്പോൾ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ പരിപ്പിനെ. അത് അടുത്തത് വന്നിട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മുറിച്ചതാണ് നമ്മൾ ഇടുന്നത്. അപ്പം പിന്നെ എന്നിട്ട് തക്കാളിയാണ്, 2 തക്കാളി, 2 ടൊമാറ്റോ. പിന്നെ എന്നിട്ട് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ പരിപ്പിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ എടുക്കണം. എന്നിട്ട് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ നമ്മൾക്ക് ഒഴിക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്കിതൊക്കെ വേഗം വെക്കാം ഫ്രണ്ട്സ്. ഇനി കുക്കർ അടച്ചിട്ട് വേവിപ്പിക്കാം. അപ്പോൾ പരിപ്പ് ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ മുറിച്ച് വെച്ച ചക്കയാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്തിരി സാമ്പാർ പൊടി, എന്താ വെച്ചാൽ കുറച്ചായിട്ട് നമുക്ക് സാമ്പാർ പൊടി താളിക്കുമ്പോൾ ഇടണം. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് ഫ്രണ്ട്സ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെക്കണം ഫ്രണ്ട്സ്. എന്നിട്ട് നമുക്ക് ചക്ക വേവുന്ന വരെ ഇനി അടുപ്പത്ത് വെക്കണം. അപ്പോൾ 2 വിസിലാണ് ഞങ്ങൾ വെച്ചപ്പോൾ വന്നത്. ഞങ്ങളപ്പോൾ ആവശ്യത്തിന് എടുക്കണ അത്രത്തോളം വരും. പിന്നെ ഒന്ന് തേങ്ങ ചിരകിയതാണ്, അത് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുത്തിട്ട് അടച്ചിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ നന്നായി വന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുരിങ്ങക്കായ് ചേർക്കാം. എന്താ വെച്ചാൽ മുരിങ്ങക്കായ് നേരത്തെ തന്നെ ചേർത്തു പറഞ്ഞാൽ നന്നായി കറങ്ങിപ്പോവും. അപ്പോൾ ഒരു വിസിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പോൾ ചക്കയും മുരിങ്ങക്കായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് തളിച്ചിട്ട് വേണം ഇതിൽ തേങ്ങ അരച്ചത് ചേർക്കാനും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് തളിച്ച് തരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇതാ നമ്മൾ തേങ്ങ അരച്ചത് ചേർത്തു ഫ്രണ്ട്സ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കറി നന്നായി തിളയ്ക്കാനായിട്ടുണ്ട് ഫ്രണ്ട്സ്, നമ്മളുടെ കറി. അപ്പോൾ ഫ്രണ്ട്സ് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായി പതിയൊക്കെ വേനയുണ്ട്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത്
ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് താളിക്കുകയാണ്. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കാനിട്ടു. കടുക് പൊട്ടി വന്നപ്പോൾ കരിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമ്മൾ സാമ്പാർ പൊടി ഇട്ടത്. സ്റ്റവ് ഓഫ് ചെയ്തില്ലെങ്കിൽ സാമ്പാർ പൊടി കരിഞ്ഞു ഫ്രണ്ട്സ്. അതാണ് സ്റ്റവ് ഓഫാക്കിയിട്ട് നമ്മൾ സാമ്പാർ പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ആഡ് ചെയ്യാം ഫ്രണ്ട്സ്. അത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കറി റെഡിയായി ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി കറിയാണ്. അപ്പോൾ രാവിലെ നമ്മളിത് ഇഡ്ഡലീൻ്റെ കൂടെയാണ് ഈ കറിയപ്പം കഴിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഇഷ്ടമാണെന്ന് വിചാരിക്കണം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും ഉമ്മ ഉണ്ടാക്കുകയും ചെയ്തു. കുഞ്ഞാനെ മദ്രസ വിട്ട് വരികയും ചെയ്തു. ഞാൻ ആദ്യം കഴിച്ചപ്പോൾ പൊള്ളി ഫ്രണ്ട്സ് ചൂടുണ്ടായിരുന്നു. ഇഡ്ഡലീൻ്റെ കൂടെ കഴിച്ചത്. സ്കൂളിലേക്ക് ടൈമായപ്പോൾ വേഗം കഴിച്ചായിരുന്നു. പിന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റില്ല. അടിപൊളി കറിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് മറക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് എപ്പോഴും. അപ്പോൾ ഇഷ്ടമാണ് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.